friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു നാടൻ പ്രിപ്പറേഷനാണ്, വറുത്തരച്ച ചെമ്മീൻ കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെമ്മീൻ വറുത്തരച്ച കറിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഇതുപോലൊരു ചെറിയ കടായി എടുക്കുക. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. നമ്മൾ നാടൻ പ്രിപ്പറേഷനെല്ലാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് ഒരു ചെറിയ കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു ചെറിയ കപ്പാണ്. ഞാനിത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരാൻ സാധിക്കും. അത് മാത്രമല്ല തേങ്ങ ഒരുപോലെ വറുത്ത് കിട്ടും. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ മുക്കാൽ വറവായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 6 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുവാണേ. ആറോ 7 വറ്റൽമുളക് ആഡ് ചെയ്യാം, നമ്മുടെ എരിയുടെ ടോളറൻസ് ലെവൽ അനുസരിച്ച്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ആഡ് ചെയ്യുവാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യാം. പിന്നെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് നുറുക്കിയതൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഒരുമിച്ച് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലോണം ഇത് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല, കരിഞ്ഞു പോവും, അതിൻ്റെ പാകവും തെറ്റിപ്പോവും. ക്ഷമയോടുകൂടി ഏതാണ്ട് ഇതൊരു 15 മിനിറ്റോളം നമ്മൾ വറുക്കേണ്ടി വരും. നന്നായിട്ട് നമ്മളിത് വറുത്ത് കോരണം. തേങ്ങയുടെ മിക്സ്ചർ നല്ല പാകത്തിന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയിൽ മഷി പോലെ അരച്ചെടുക്കാം. തേങ്ങ തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് മഷി പോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റേജിലോട്ട് കിടക്കാം. ഇതുപോലെ ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടെ അതിൽ ചേർക്കാം. നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലോട്ട് വയ്ക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി കുഞ്ഞായിട്ടിങ്ങനെ കട്ട് ചെയ്തത് അതിലേക്ക് ഒരു കപ്പ്, ചെറിയ കപ്പിൽ 1 കപ്പ് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നീളത്തിലരിഞ്ഞതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 5-6
നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഒരുമിച്ചാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നത്. നമുക്ക് കുഞ്ഞുള്ളി അതിൻ്റെ ക്രിസ്പിനെസ് മാറി ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം എടുക്കും അത്. ഫ്ലെയിം ഒരിക്കലും നമ്മൾ ഹൈ ആക്കി വെച്ച് ഒരു കുക്കിങ്ങും ചെയ്യരുത്. ചൈനീസ് കുക്കിങ്ങിലൊക്കെ ഹൈ ഫ്ലെയിം പോകാറുണ്ട്, പക്ഷേ എന്നാലും നമ്മളെ നാടൻ പ്രിപ്പറേഷനിലെല്ലാം ഫ്ലെയിം വളരെ ലോയിലിരുന്ന് കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉള്ളി പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് ഒരു തേങ്ങയുടെ ഇത് അരച്ച് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. എണ്ണ പാകത്തിന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് 2 കുടംപുളി ഞാൻ നേരത്തെ ഒരു 1/4 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നല്ലോണം ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടുതിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ചെമ്മീനാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കത് ഇതിലെ കറിയിലേക്ക് ആഡ് ചെയ്യാം. മീഡിയം സൈസായിട്ടുള്ള ചെമ്മീനാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ഇതിന് വേവുണ്ട്. കുഞ്ഞു ചെമ്മീനാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പാകമായി കിട്ടും. നമുക്കിതൊന്ന് പതിയെ ഇളക്കി കൂട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ്, അതിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ. 8 മിനിറ്റ്. ചെമ്മീനിന് വളരെ വേവ് കുറവാണ്. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് ഇതിനൊരു 8 മിനിറ്റ് മതിയാവും. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏതാണ്ട് 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ പാകമായോ എന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് പാകത്തിന് കുക്കായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമുക്ക് അധികം പ്രഷറൊന്നും കൊടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഫൈനലായിട്ട് ഉപ്പെല്ലാം പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്. ഈ കറി കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചെമ്മീൻ വറുത്തരച്ച കറി കൂട്ടി കഴിക്കാം.
അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയ ചെമ്മീൻ്റെ വറുത്തരച്ച കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പ്രയാസമാണ് ഉണ്ടാക്കാനായിട്ട്. വറുത്തരച്ചൊക്കെ ഉണ്ടാക്കണത് കുറച്ച് സമയമെടുക്കും, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി, ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ കറി പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.